ശരണമന്ത്രത്തിന്റെ ശക്തിയിൽ ഭക്തജന ലക്ഷങ്ങൾ ഒന്നിച്ചപ്പോൾ അവർക്ക് മുട്ടുകുത്തേണ്ടി വന്നു. ഇപ്പോഴിതാ മഹാമാരിയെ മറ്റൊരവസരമാക്കി സർക്കാർ അതിന് ശ്രമിക്കുകയാണോ എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും പരിശോധിക്കുന്നത്. ഇനി നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ്. പാവക്കുളം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അവിടെ ഇപ്പോൾ SJR കുമാർ അദ്ദേഹം സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. ശബരിമലയെ കുറിച്ച് നമുക്കറിയാം. ശബരിമലയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, ഏത് പ്രശ്നം എടുത്താലും അത് ശബരിമലയുടെ പ്രശ്നം മാത്രമല്ല എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഈ കുട്ടികളെ കളിക്കുമ്പോൾ ഒരു ജിക്സോ പസിൽ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഒരു കട്ടിയുള്ള ബയൻഡ് കൊണ്ട് പല രീതിയിൽ കട്ട് ചെയ്ത സാധനമാണ്. അത് ഒന്നിച്ച് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ചില ചിത്രങ്ങൾ വരും. പക്ഷെ അത് ഒന്നിച്ച് ചേർക്കാതെ വിഭിന്നമാക്കി ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ബുദ്ധിശേഷി പരീക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ബുദ്ധിയുള്ള കുട്ടികൾ അവരുടെ IQ പരീക്ഷ എന്നാണ് നമ്മൾ പറയാറ്, ഒന്നിച്ച് കൂട്ടിയെടുക്കും. ഇന്ന് ഈ പരീക്ഷണമാണ് ഹിന്ദുക്കളുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ ഒരു ജിക്സോ പസിൽ നമ്മുടെ മുന്നിൽ ഇട്ട് തന്നിരിക്കുകയാണ്. അതിലൊരു ജിക്സോ, ഒരു വലിയ ജിക്സോ ആണ്, എൻ്റെ സെൻട്രൽ ജിക്സോ ആണ് ശബരിമലയെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം വരും, ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം വരും, അട്ടപ്പാടി മല്ലേശ്വരം കോവിൽ വരും. അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളും ഈ നമ്മളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസുരിക ശക്തികൾ, രാഷ്ട്രീയമുണ്ട്, തീവ്രവാദമുണ്ട്, മതപരിവർത്തനമുണ്ട്, ലവ് ജിഹാദുണ്ട്, ഇതെല്ലാമാണ് നമ്മുടെ മുന്നിലിട്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം നമ്മൾ കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ കണ്ണു തുറക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിചിത്രങ്ങളായ വിവിധങ്ങളായ പദ്ധതികൾ നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ സമാജത്തിന് മുന്നിലേക്ക് ഇട്ടുതരുന്നവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്നിച്ചു കൂട്ടി നോക്കുമ്പോൾ എന്താണത്? സനാതനധർമ്മത്തെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്രീയമായ ഗൂഢാലോചന ഭാഗമാണ് ഇത്. ഓരോന്നും നമ്മൾ കാണണം. നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്. ജനസമൂഹത്തിന്റെ മുന്നിൽ കുറെ അധികം വർഷങ്ങളായിട്ട് സംഘവും സംഘപ്രസ്ഥാനവും വിവിധ മത സംഘടനകളും സാമുദായിക സംഘടനകളും സാമൂഹിക സംഘടനകളും എല്ലാം ഇത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം. ഏത് നിമിഷവും ഹിന്ദു സമാജത്തിന് നേരിൽ എന്തും സംഭവിക്കാം. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലായില്ലെന്ന് വരാം. പക്ഷേ അത് തിരിച്ചറിയാനുള്ള ശേഷി ഇന്ന് സമൂഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വിശാലമായ മറ്റു വിഷയത്തിലേക്കും കടക്കുന്നില്ല. പക്ഷേ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ വിഷയങ്ങൾ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ഞാൻ നേരത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മാസങ്ങളായിട്ട് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പല ക്ഷേത്രങ്ങളും അടച്ചിടണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അടച്ചിട്ടു. ഇടയ്ക്ക് തുറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദു സമൂഹത്തെ കേട്ടായിട്ട് പറഞ്ഞു, ഇല്ല, നമുക്ക് ഏറ്റവും പ്രധാനം ദേവാലയമാണ്. ക്ഷേത്രം ഒരു ദേവന്റെ ആലയമാണ്. അത് മറ്റു മതസ്ഥരുടെ പോലെ ഒരു പ്രാർത്ഥനാലയമല്ല. പ്രാർത്ഥനാലയത്തിൽ അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന ഭക്തജനങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ ദേവാലയത്തിൽ അവിടെ കുടികൊള്ളുന്ന ദേവനാണ് പ്രാധാന്യം. ആ ചൈതന്യം നിലനിർത്തുകയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് ഞങ്ങൾ മാറി നിന്നോളാം എന്ന് പറഞ്ഞ് നമ്മളെല്ലാം മാറി നിന്നവരാണ്. ജൂൺ മാസം 2ാമത്തെ ആഴ്ച ശബരിമലയിൽ ഉത്സവം നടത്തണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ ആർക്കാണ് നിർബന്ധം? ഇപ്പോഴത്തെ സ്ഥിതി പോലെ അന്നത്തെ ദേവസ്വം ബോർഡിനും കേരള സർക്കാരിന്. ആ നിർബന്ധത്തിന് വഴങ്ങാൻ സമൂഹം തയ്യാറായില്ല. പക്ഷേ അതിൻ്റെ മുന്നിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും മുട്ടുമടക്കേണ്ടി വന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തുടക്കത്തിൽ വന്നെങ്കിലും ഇതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ വിശാലമായ ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക്, ജനകോടികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഇന്ന് നമുക്ക് കഴിയും. ഇന്ന് തന്നെ ഈ യോഗം എന്തുകൊണ്ട് അന്താരാഷ്ട്രമാകുന്നു, എന്തുകൊണ്ട് ഗ്ലോബൽ ആകുന്നു എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ യോഗം ജനം TV ചാനൽ മാത്രമല്ല, ധാരാളം മറ്റ് ചാനൽ വഴിയും യൂട്യൂബ്, ഫേസ്ബുക്കിന്റെ എല്ലാം വഴി നമ്മുടെ ആഗോള തലത്തിലാണ്. ഓസ്ട്രേലിയ മുതൽ അമേരിക്ക. പാവക്കുളം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പരിപാടി നടക്കുന്നു. അവിടെ SJR കുമാറാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.